എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും മനുഷ്യൻ വായിച്ചു വളരണം. ഗുരുദേവൻ കുളത്തൂരെത്തിയാൽ നാട്ടുകാർക്കെല്ലാം പൂരം വന്ന പ്രതീതിയാണ്. കൂപ്പുകൈകളും കാണിക്കകളുമായി ആ നിമിഷം ആളുകൾ തിങ്ങിക്കൂടും. സ്വാമികളുടെ ആദർശങ്ങളും പുരോഗമന ചിന്തകളും കാഴ്ചപ്പാടുകളും അവിടുത്തുകാരെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു. ഒരിക്കൽ ഗുരുദേവൻ കുളത്തൂരെ കോലത്തുകര ക്ഷേത്രത്തിലെത്തി. ഗുരുവിനെ കാണാൻ നാട്ടിലെ പ്രമാണികളായ കേശവൻ വാദ്യാർ, കുഞ്ഞൻ വാദ്യാർ, മാധു വൈദ്യർ, എഡിസൺ, നാരായണൻ തുടങ്ങിയവരെല്ലാം നേരത്തെ തന്നെ വന്നെത്തി. അവരെ ഒന്നിച്ച് കണ്ടപ്പോൾ ഗുരുദേവന് വലിയ ഉത്സാഹമായി. ഗുരു ചോദിച്ചു, വളരെ നന്നായി, നാട്ടിലെ പ്രമാണിമാരെല്ലാം ഒത്തുവന്നിട്ടുണ്ടല്ലോ. പ്രത്യേകം വിശേഷം വല്ലതുമുണ്ടോ? സ്വാമികളുടെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, കേശവൻ വാദ്യാർ ആമുഖമായി പറഞ്ഞു. ഇവിടെ ഗ്രന്ഥശാലയുണ്ടാക്കാൻ സ്ഥലം തരാമെന്ന് നമ്മുടെ ആറാട്ടുവഴി പപ്പു സമ്മതിച്ചോ? ഗുരുദേവന്റെ ചോദ്യം കേട്ട് അവരെല്ലാം ഒരു നിമിഷം അത്ഭുതം പൂണ്ടു. വളരെ രഹസ്യമായിട്ടാണ് ആറാട്ടുവഴി പപ്പുവും ഗ്രന്ഥശാല പ്രവർത്തകരുമായിട്ടുള്ള ആലോചനകൾ നടന്നിരുന്നത്. അക്കാര്യം അവർ ഗുരുദേവനെ അറിയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത് ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു? അതായിരുന്നു അവരെ അത്ഭുതപ്പെടുത്തിയത്. എന്താണ് ആരുമൊന്നും മിണ്ടാത്തത്? സമ്മതിച്ചു സ്വാമി, പപ്പു തരാമെന്ന് സമ്മതിച്ചു, കേശവൻ വാദ്യാർ അറിയിച്ചു. ഗ്രന്ഥശാലകൾ എവിടെയും ഉണ്ടാകണം. മനുഷ്യൻ വായിച്ചു വളരണം. ഗ്രന്ഥപാരായണം കൊണ്ടേ മനുഷ്യ മനസ്സിന് മാറ്റം വരുത്താൻ കഴിയൂ. മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അവ വായിച്ചു പഠിക്കുവാൻ എല്ലാവരും കുട്ടികളെ പ്രേരിപ്പിക്കണം, ഗുരുദേവൻ ഓർമ്മപ്പെടുത്തി. ഗ്രന്ഥശാല കെട്ടാൻ തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് സ്വാമികൾ വരണം. അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കൂ, കേശവൻ വാദ്യാർ അപേക്ഷിച്ചു. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നാം തീർച്ചയായും വരാം. നമ്മൾ വരാത്തത് ഒരു കുറവാകരുത്, ഗുരുദേവൻ സമ്മതമറിയിച്ചു. അവരുടെ അപേക്ഷ മാനിച്ച് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ആറാട്ടുവഴി പപ്പു ദാനമായി നൽകിയ സ്ഥലത്തേക്ക് ഗുരുദേവൻ ചെന്നു. എല്ലാം കണ്ട് തൃപ്തിയായി. സ്വാമികൾ അവരെ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി 1920 അവിടെ കുളത്തൂർ ശ്രീനാരായണ ഗ്രന്ഥശാല എന്ന പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഇത്തരം ഗ്രന്ഥശാലകളുടെയും വായനശാലകളുടെയും പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് ഗുരുവിൻ്റെ നവോത്ഥാന ചിന്തകൾക്ക് കൂടുതൽ കരുത്തു പകർന്നത്. നന്ദി, നമസ്കാരം.